ഇന്ന് എനിക്ക് ഒരുപാട് തിരക്കുള്ള ദിവസമാണ് കേട്ടോ. ഇന്നലെ രാത്രി കറണ്ട് പോയിട്ടും വന്നിട്ടൊക്കെ ഇരിക്കുക കാരണം കൊണ്ട് എനിക്ക് എൻ്റെ കേക്കിൻ്റെ വർക്കൊന്നും ഫുള്ള് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ കൊടുക്കാനുള്ള കേക്ക് മാത്രം ഫിനിഷ് ചെയ്തിട്ട് കുഞ്ഞാപ്പിനെ കൊണ്ടാക്കുന്നതോട് കൂടിയിട്ട് അത് ഡെലിവറി ചെയ്തിട്ട് വരാമെന്ന് കരുതി. ഇന്ന് വർക്കുകൾ കുറച്ച് അധികമുള്ള ദിവസമാണ് കേട്ടോ. കേക്കുകളായാലും ഹാമ്പറുകളായാലും അൽഹംദുലില്ലാ ഇന്ന് കുഴപ്പമില്ലാതെ വർക്കുകളുണ്ട്. എല്ലാം ഡയറക്റ്റ് ഡെലിവറി ആയതുകൊണ്ട് തന്നെ നമ്മൾ 9:30 ഡെലിവറി സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞു, സെക്കൻഡ് ഡെലിവറിക്ക് പോവാണ്. സെക്കൻഡ് ഡെലിവറി വന്നിട്ട് വാണിയംകുളമാണ്. കറക്റ്റ് പള്ളിയുടെ മുന്നേ എത്തണം എന്നൊക്കെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ വണ്ടി ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് പണി തന്നു. എൻ്റെ വെപ്രാളം കൊണ്ടാണ്, വണ്ടിയുടെ വെപ്രാളം കൊണ്ടാണെന്ന് അറിയില്ല, വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ടായിരുന്നില്ല. എൻ്റെ വെപ്രാളം കൊണ്ടാവാനാണ് ചാൻസ് കൂടുതൽ. വണ്ടി സ്റ്റാർട്ടായി. അപ്പം നമുക്ക് സെക്കൻഡ് ഡെലിവറി കൊടുത്തിട്ട് വരാം. ഇന്നത്തെ ഓർഡേഴ്സ് മുഴുവനും ഡയറക്റ്റ് ഡെലിവറി കസ്റ്റമർ മസ്റ്റായും പറഞ്ഞിട്ടുള്ള ഓർഡേഴ്സ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ സമയത്ത് ഞാൻ ക്രമീകരിച്ച് വെച്ചിരുന്നു. എല്ലാം കസ്റ്റമർ പറഞ്ഞ ടൈമിൽ തന്നെ കൊടുത്തു തീർക്കണമല്ലോ. പക്ഷെ ഒന്നൊഴിച്ചാൽ ബാക്കി എല്ലാം സമയം തെറ്റിയായിരുന്നു എത്തിയത്. അതിൻ്റെ ഊറ്റല്ല കേട്ടോ, പടച്ചോനെ ഇടയ്ക്കിടയ്ക്ക് ഒരു പണി തരണതാ. ചില നേരത്ത് മൂപ്പർ നമ്മൾ അങ്ങോട്ട് വല്ലാണ്ട് ഇടങ്ങാറാക്കും. എന്നാലും അൽഹംദുലില്ലാ എല്ലാം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയിട്ടോ. ഒറ്റയ്ക്ക് ഇങ്ങനെ പോക്ക് കുറവാ, ഒന്നല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടാവും. ഇതിപ്പോൾ മിണ്ടാനും പറയാനും ആരില്ലാണ്ടുള്ള അങ്ങനെയുള്ള പോക്കേ വളരെ ബോറാ. പ്രത്യേകിച്ച് വാടച്ചിരിക്കാൻ തീരെ ഇഷ്ടമില്ലാത്ത എൻ്റെ കാര്യത്തിൽ. അങ്ങനെ തേടിപ്പിടിച്ച് നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ട് വരാം. സർപ്രൈസ് കൊടുക്കാനാ ഗിഫ്റ്റ് പൊളിക്കണ്ട കേട്ടോ. പറയില്ല കേട്ടോ, ഒരാൾ കാണാൻ വന്നിട്ട് പറഞ്ഞാൽ മതിട്ടോ. അങ്ങനെ അത് ഡെലിവറി കഴിഞ്ഞു. ഇനി വൈകുന്നേരത്തുള്ള ഓർഡറിനുള്ള കുറച്ച് പണിയും കൂടിയുണ്ട്. പക്ഷെ എന്നിട്ട് വയ്യ, സമയം 2:30 മണിയായിട്ടോ. പ്രിൻ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇനി വൈകുന്നേരത്തേക്കുള്ള ഡെലിവറിക്കുള്ള പ്രിൻ്റാണ്. അടുത്തതിന് വീട്ടിലേക്ക് പോകാൻ, ഇനി വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാം. ഇന്നലെ രാത്രി മഴയൊക്കെ ആയ കാരണം കൊണ്ട് കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയിട്ടും വന്നിട്ടും ഇരിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ കേക്കുകളൊന്നും എനിക്ക് ഫിനിഷിംഗ് കോട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. രാവിലെ എണീറ്റിട്ടാണ് ഞാൻ എല്ലാം ഫിനിഷിംഗ് വർക്ക് കഴിച്ചത്. ബാക്കി വൈകുന്നേരത്ത് 2-3 കേക്കുകളും കൂടി കൊടുക്കാണ്ട് അതിൻ്റെ വർക്കും കൂടി ചെയ്തിട്ട് അതുകൂടി ഡെലിവറി ചെയ്യണം. വീഡിയോസ് അപ്പൊ അതൊന്ന് ഫസ്റ്റ് പൊളിഞ്ഞു. ഞാൻ സർപ്രൈസ് ചെയ്യിപ്പിക്കാനൊക്കെ പേരൊക്കെ മാറ്റിയിട്ട് സേവ് ചെയ്ത് കാണാതിരിക്കാൻ വേണ്ടി ഈ വരുന്ന കക്ഷി എൻ്റെ ഒരു സ്ഥിരം ഫോളോവറാണ് കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ മുടങ്ങാതിരുന്ന് കാണുന്ന ആളായതുകൊണ്ട് തന്നെ കസ്റ്റമറിനോട് പ്രത്യേകം പറഞ്ഞിരുന്നു ഒരു മാസ്ക് ഒക്കെ വെച്ചിട്ട് പോയാൽ മതി എന്നുള്ളത്. മാസ്ക് വെച്ചിട്ട് വരാനോ ആണോ ഉമ്മയ്ക്ക് പറ്റിയാണെന്ന് ചോദിക്കുന്നത്. ഒരു ഓപ്ഷനും കൂടി അല്ലെങ്കിൽ ഓപ്ഷൻ തരില്ലാത്ത ലാസ്റ്റ് പറഞ്ഞില്ല. ചിലയിടത്തൊക്കെ ചെല്ലുമ്പോഴേ അങ്ങോട്ട് സർപ്രൈസ് ചെയ്യിപ്പിക്കാൻ പോകുന്ന ഞാൻ ഇങ്ങോട്ട് ഞാൻ തന്നെ സർപ്രൈസ് ആയിട്ട് നിൽക്കാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ കൊടുത്ത് 2 ഡെലിവറി അങ്ങനെയായിരുന്നു. അങ്ങനെ ഇന്നത്തെ കൊലാശക്കുട്ടി ഇതോടുകൂടി അവസാനിക്കുക കേട്ടോ. ഇപ്പോൾ സമയം 6:30 ആയി. ഒരുവിധം വർക്കുകളൊക്കെ അവസാനിച്ചു. ലാസ്റ്റ് ഡെലിവറിയും കഴിഞ്ഞു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ കാണാം.